കീരിക്കാടൻ്റെ ചെവിയിലാണ് പിടുത്തം കിട്ടിയത്. ചെവി മുഴുവൻ ഇവൻ്റെ വായ്ക്കകത്തായി. ഇവനങ്ങ് ഭയങ്കര കരുത്താണ്. ആ സമയത്ത് ഒരു അസാമാന്യ കരുത്താണ്. എങ്ങനെ തരത്തിൽ ഇവൻ ഇത്ര വീറും വാശിയും കാണിക്കുന്നത്? ഇത് ശക്തനും കീരിക്കാടനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ്. അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, അതിനെനിക്ക് വന്നൊരു കമൻറ്റാണിത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ പുറത്താക്കി പോലും. തീർന്നില്ല, വേറൊരു കമൻറ്റ് കൂടിയുണ്ട്. അത് ഇത്തിരി വലിയ കമൻറ്റാണ്. ഞാൻ വീഡിയോ പിടിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള സ്നേഹമാണെന്ന്. അവരുടേതിനെയൊന്നും അവർ കാശുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലെന്ന്. അതിൻ്റെ ആവശ്യം അവർക്കില്ലായിരിക്കും, വേറെ വരുമാന മാർഗ്ഗം ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ സ്ഥിതി അതല്ല. എനിക്ക് 10 രൂപ കിട്ടിയാൽ അത്രയും ഉപകാരമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് വേറെ ജോലിയില്ല. ഉണ്ടായിരുന്നൊരു ജോലി, ചെറിയ ജോലിയായിരുന്നു. ശത്തം വന്നതോടുകൂടി അത് വേണ്ടെന്ന് വെച്ച് ഇവനെ തനിച്ചാക്കി പോകാൻ മനസ്സില്ലാത്തത് കൊണ്ട് ചെയ്തതാണ്. വേണമെങ്കിൽ എനിക്കിവനെ അന്ന് കൂട്ടിലിട്ടിട്ട് പോകാമായിരുന്നു. ചെറുപ്പത്തിലേ അത് ശീലിപ്പിക്കാമായിരുന്നു. അന്നൊന്നും അത് ചെയ്യാതിരുന്നത് ഇതിനോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അവനെ കൂട്ടിലിടണമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. ആ കാരണം എന്തെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അത് പറയുന്നതിന് മുമ്പ്, അത് മനസ്സിലാവുന്നതിന് മുമ്പ് കാള പറ്റുമെന്ന് കേൾക്കുമ്പം കയറെടുക്കുന്ന തരത്തിലുള്ള കമൻറ്റും കൊണ്ട് വരരുത്. പിന്നെ ഞാൻ വീഡിയോ പിടിച്ച് കാശുണ്ടാക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നില്ല. ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ആരുടെയും കുറ്റം പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കാൻ വരുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ വീഡിയോ പിടിച്ചിട്ട് അവന് പോലും ഒരു ദോഷം ഉണ്ടാവാത്ത രീതിയിൽ വീഡിയോ പിടിച്ചിട്ടാണ്. കാശ് ഇതുവരെ കിട്ടിയില്ല, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ആവുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതിപ്പോൾ ഈ കമൻസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഇനി ഇവനെ കൂട്ടിലിടാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം പറയാം. ഇവനെ അങ്ങ് ഫുൾ ടൈം കൂട്ടിക്കിടത്തുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. രാവിലെ വൈകിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് കൂട്ടിക്കിടത്തുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 10 മിനിറ്റ് ആണെങ്കിലും കൂട്ടിക്കിടത്തണമെങ്കിൽ ആ കൂട് വൃത്തിയാവണമല്ലോ, അതിനകത്ത് ഉറുമ്പിനെ എല്ലാം മാറ്റണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. വിഷുവിൻ്റെ തലേന്ന് ഈ ചെറുക്കനൊരു കുരുത്തക്കേട് കാണിച്ച്. ഞങ്ങൾ സാധാരണ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നടക്കാൻ പോകുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വഴിയിലും ഈ റോഡിലും കുറച്ചിടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയുള്ളൂ. ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വരും. തിരിച്ച് വന്നിട്ട് ഇവനെ ഞാൻ ആ കയറിൽ തന്നെ കൊളുത്തി അവിടെ ഇടും. അതാ പതിവ്. എന്നും അങ്ങനെയാണ് ചെയ്യുന്നത്. വിഷുവിൻ്റെ തലേന്നും ഇതുപോലെ ഞങ്ങൾ നടക്കാൻ പോയിട്ട് ഇവനെ ഒരു 6:30 ആയപ്പോഴത്തേക്കിന് കയറയിൽ അവിടെ കൊളുത്തിയിട്ടിട്ട് ഞാൻ അകത്ത് കയറി. അടുക്കളയിൽ എത്തിയില്ല. അപ്പോഴത്തേക്കും ഒരു കുര കേട്ട്, ഭയങ്കരമായ കുര. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കിനും ഇവനെ കയറല്ല, ആ ഇട്ടിരുന്ന ഹാർനസ് അത് വലിച്ച് പൊട്ടിച്ചിട്ട് ഇവന് റോഡിൽ ചെന്ന്. ഞാൻ പുറകിന് ഓടി ചെന്നപ്പോഴത്തേക്കിനും അവിടെ റോഡിൽ കടിപിടി തുടങ്ങിക്കഴിഞ്ഞു. കടിപിടി എന്ന് പറഞ്ഞാൽ അവനെ ആ കീരിക്കാടനെ മണ്ണിൽ തറയിലിട്ടിട്ട് അവൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. കീരിക്കാടൻ്റെ ചെവിയിലാണ് പിടുത്തം കിട്ടിയത്. ഒരു ചെവി മുഴുവൻ ഇവൻ്റെ വായ്ക്കകത്തായി. ഞാൻ എങ്ങനെയെല്ലാം ഒന്ന് പിടിച്ച് മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അതാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, വേദന കൊണ്ട് പൊളയുവാതെ. ഇവനാണെങ്കിൽ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചേക്കുക. റോഡിൽ കിടന്ന് പിടിച്ച് പിന്നെ അവനെയും കൊണ്ട് ഇവൻ ഞങ്ങളുടെ വഴി കയറി. അന്നേരം എല്ലാം ഇവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവൻ എന്നെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഇവനെ പിടിച്ച് മാറ്റാൻ പറ്റുന്നില്ല. ആ കുഞ്ഞാണെങ്കിൽ അങ്ങ് വേദന കൊണ്ട് പൊളയുക. ഈ ചെകുത്താനാണ് വീറും വാശിയും കാണിച്ച് നിൽക്കുന്നു. പിടിക്കാൻ ശ്രമിക്കുന്ന എന്നെ ഇവൻ്റെ ചന്തി കൊണ്ട് തെള്ളി മാറ്റി. പിന്നെ ഇവനങ്ങ് ഭയങ്കര കരുത്താണ്. ആ സമയത്ത് ഒരു അസാമാന്യ കരുത്താണ്. എങ്ങനെ തരത്തിൽ ഇവൻ ഇത്ര വീറും വാശിയും കാണിക്കുന്നത്? അവിടെ ആ 2 മതിലുണ്ട്. ആ 2 മതിലിലും ചെന്ന് എൻ്റെ പുറവും തോളും എല്ലാം ചെന്ന് ഇടിച്ച്. ഒരു കൈ കൊണ്ട് ഇവനെ പിടിച്ച് നിർത്തിയിട്ട് മറ്റേ കൈ കൊണ്ട് ഇവൻ്റെ വാ പൊളിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇതിനിടയ്ക്ക് കീരിക്കാടൻ്റെ 2-3 കടി എനിക്ക് കിട്ടി. അയ്യോ എന്നെ കടിക്കല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായിട്ടാണോ അല്ലയോ എന്തായാലും അവൻ പിടിവിട്ടു. പക്ഷേ ശക്തിയുള്ളൊരു കടിയൊന്നും ആയിരുന്നില്ല. വേദന കൊണ്ട് പല്ല് ഞറമുന്ന പോലെ ഞറമി അവൻ എൻ്റെ കൈപ്പത്തി മുഴുവൻ അവൻ കടിച്ച് പറിച്ച്. എൻ്റെ കൈ ഫുൾ അവൻ്റെ വായി കിട്ടിയതാണ്. വേണമെങ്കിൽ അവൻ എന്നെ ആഞ്ഞ് കടിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആ കുഞ്ഞ് കടിച്ചില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബഹളം കേട്ട് എൻ്റെ കെട്ടിയവൻ ഒരു വടി എടുത്തുകൊണ്ട് വന്ന ഉടനെ അടിക്കാനോങ്ങും. ആരെ അടിക്കേണ്ടത്? അപ്പോഴാണ് മനസ്സിലായി ഇവൻ്റെ വായിലാണ് അവനെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങേര് വായും പൊളിച്ച് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇവനെ ഒന്ന് പിടിച്ച് നിർത്ത്, എനിക്ക് അവൻ്റെ വായൊന്ന് പൊളിക്കണമല്ലോ. അങ്ങേരെ കൊണ്ട് അവനെ പിടിപ്പിച്ചിട്ട് ഞാൻ ഇവൻ്റെ മേത്താടിയും കീത്താടിയും 2 കൈ കൊണ്ട് പിടിച്ചകത്താൻ നോക്കിയിട്ട് അയ്യോ അനങ്ങുമോ? ഫെവിക്വിക്ക് ഒട്ടിച്ചതുപോലെ അങ്ങ് ജാമായിട്ടിരിക്കുമോ ഈ തുരപ്പൻ്റെ വായ. ഒരു വിധത്തിൽ പിടിച്ചകത്തി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അയ്യോ അത് പ്രാണം പറിച്ച് ഓടുന്ന കാണണമായിരുന്നു. എന്നിട്ട് ഇവനെ വലിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അയ്യോ എൻ്റെ കയ്യിലും കാണാൻ നിൽക്കുമോ സാധനം. അവൻ്റെ പുറകെ പിന്നെ ഓടാൻ നോക്കുക. വലിച്ചു കൊണ്ടുവന്ന് ആ സ്റ്റെപ്പിൽ അങ്ങ് ഇരുന്ന് പോയി. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ പോയി എൻ്റെ കൈ സോപ്പിട്ടൊന്ന് കഴുകിയത്. അത് കഴിഞ്ഞിട്ട് ഇവനെ കുളിപ്പിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ കൈ നീര് വെച്ചങ്ങ് വീർത്ത്.
കടി കിട്ടിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. കെട്ടിയോൻ വരുന്നതിന് മുമ്പ് കിട്ടിയതുകൊണ്ട് അങ്ങേരും അറിഞ്ഞില്ല. ചോരയാണെ പൊടിക്കുന്നതേ ഉള്ളൂ, ഒരുപാടൊന്നും വന്നില്ല. പക്ഷെ കൈപ്പത്തി നീര് വെച്ച് വിരലെല്ലാം അങ്ങ് പെരുത്ത് ഭയങ്കര വേദന. ഇവൻ്റെ ദേഹത്ത് വലിയ പരിക്കൊന്നും കണ്ടില്ല. പോസ്റ്റിലോ മതിലോ എങ്ങാണ്ട് കൊണ്ടിടിച്ചിട്ട് കയ്യിലെ തൊലി ഇച്ചിരി പോയിട്ടുണ്ട്. കുളിപ്പിച്ച സമയത്ത് അതെന്നെ കൈപൊക്കി കാണിച്ച്. ഞാൻ പറഞ്ഞു കണക്കായിപ്പോയെന്ന് പറഞ്ഞു. അല്ല പിന്നെ. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12 മണിയായി ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. പോയ വഴിക്ക് ഞാൻ കീരിക്കാടനെ കയറി കണ്ടു. പാവം അവിടെ വേദനിച്ച് കിടക്കുമായിരുന്നു. കൊച്ചുമണിയുണ്ട് കൂട്ടിന്. ഞാൻ പിന്നെ അവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ കടി കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത്, അവന് വയസ്സായി, 12.5 വയസ്സുണ്ട്, ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു ചെവി കേൾക്കത്തില്ല, ചെവി പഴുത്താണേ മുമ്പ് ഒരു സർജറി കഴിഞ്ഞതാണ്, ഇപ്പോൾ വീണ്ടും ചെവി പഴുത്തിട്ട് വേദനയായിട്ടിരിക്കുക. ആ ചെവിയാണ് ഈ വൃത്തികെട്ടവൻ കടിച്ച് പറിച്ചത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇവനോടങ്ങ് ഭയങ്കര ദേഷ്യം തോന്നി. അതുകൊണ്ടാണ് അവൻ നടക്കാൻ ഇറങ്ങുന്ന സമയം നോക്കി ഇവനെ അങ്ങ് കൂട്ടിലിടാമെന്ന് തീരുമാനിച്ചത്. ഹെൽത്ത് സെൻറ്ററിൽ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ മുറിവിനെടുക്കുന്ന ഇഞ്ചക്ഷൻ ഇല്ല. അടൂർ പോകണം, ജനറൽ ഹോസ്പിറ്റലിൽ. കടി കിട്ടിയ കാര്യം വീട്ടിൽ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല, മോന് പോലും അറിയത്തില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് മോനെയും കൂട്ടി അടൂർ ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അലർജിയുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. നിന്ന നിപ്പിൽ 4000 രൂപയുടെ മരുന്ന്, പിന്നെ വണ്ടിക്കൂലി, വേറെ മരുന്നും എല്ലാം കൂടെ 4500 രൂപ പൊടിഞ്ഞു. വൈകിട്ട് 5 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ. അതുവരെ ഈ തുരപ്പൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. എന്നാലും ഒറ്റയ്ക്കാക്കി പോയതിലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പോകാതിരിക്കാനും പറ്റത്തില്ലല്ലോ. സാധാരണ യുദ്ധമൊക്കെ കഴിഞ്ഞൊരു ആശ്വസിപ്പിക്കലൊക്കെ പതിവുള്ളതാണ്. അന്ന് അതൊന്നും ചെയ്തില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യാതിരുന്നതിന് കാരണമുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നാട്ടുകാരായ പലരും ഫോളോവേഴ്സുണ്ട്. ഒരാളെ പട്ടി കടിച്ചെന്നറിഞ്ഞാൽ അതിനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്നും നോക്കാതെ ആ മിണ്ടാപ്രാണിയെ കൊന്നു കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് അധികവും. എന്നെ കടിച്ചതിൻ്റെ പേരിൽ ആ കീരിക്കാടനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. അവനൊരു പാവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ മുഴുവൻ പറയാതിരുന്നത്. പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊന്നും ഒരു നാട്ടുകാർക്കും അറിയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളമാണ്, ഫേക്കാണ് എന്ന് ചിന്തിക്കുന്നവരും കാണും. കാരണം ഒരവസരം കിട്ടിയാൽ നെഗറ്റീവ് പറയാൻ നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ തെളിവുകളൊക്കെയാണിത്. ആ വിഷുവിൻ്റെ തലേന്ന് മുതൽ ഞാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും സംശയം മാറിയിട്ടില്ലാത്തവർക്ക് കയറി നോക്കാം. 1-2 പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ എന്നെ വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരൊക്കെയാണ്. അവരോടൊക്കെയുള്ള എൻ്റെ പ്രത്യേക സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സഹകരണവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് ആവശ്യമാണ്. താങ്ക് യു ഫോർ ഓൾ.